ഒരു നല്ല കുടുംബം തിരുക്കുടുംബം പോലെ സ്വർഗസമാനമാകണം. സ്നേഹം, ഐക്യം, വിധേയത്വം എന്നിവ വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധജലം പോലെ തെളിഞ്ഞു നിൽക്കണം. സ്വജീവിതത്തെ നിഷ്കാമകർമ്മം കൊണ്ടും കർമ്മത്തെ ഈശ്വരോപാസന കൊണ്ടും ധന്യമാക്കിയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ വാക്കുകളാണിവ. കാലത്തെ അതിജീവിക്കുന്ന ദീർഘവീക്ഷണവും കർമ്മോത്സുകതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഒത്തുചേർന്ന ഈ ആധ്യാത്മിക ആചാര്യൻ്റെ ക്രൈസ്തവ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക ദർശനങ്ങൾ എന്നും നമുക്ക് വഴികാട്ടിയും പ്രകാശവുമാണ്. കുടുംബങ്ങളുടെ സമ്പത്ത് എന്താണ്? കുടുംബങ്ങളുടെ സമ്പത്ത് വസ്തുക്കളുടെ പെരുപ്പമല്ല, പിന്നെയോ വസ്തുക്കളുടെ ഗുണമാണ്. അധ്വാനപ്രിയനായ ഒരുവൻ തൻ്റെ വസ്തുവകകൾ കൊണ്ട് സമ്പൂർണനായിട്ട് ജീവിക്കുന്നു. തൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നിക്ഷേപത്തെ പൊന്നാക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ പ്രധാന സമ്പത്ത് എന്താണ്? ദൈവഭയവും ദൈവഭക്തിയും തന്നെ. ദൈവപേടിയുള്ള ഒരു കുടുംബം ഈ ലോകത്തും പരലോകത്തും ദൈവവാഴ്വിൻ്റെ ഫലം അനുഭവിക്കുമെന്ന് ചാവറയച്ചൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുക എന്ന ഒരു കടമയിൽ നിന്ന് എത്ര സമ്പന്നനായാലും മാറി നിൽക്കാൻ പാടില്ല. കാരണം അധ്വാനം എന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ മാത്രമല്ല, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ തന്നെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ചാവറയച്ചൻ അടിവരയിട്ട് പറയുന്നുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിസ്ഥാനം തന്നെ ഈ അധ്വാനശീലമാണ്. നമ്മുടെ അധ്വാനം കേവലം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാകാതെ അത് സ്വർഗീയ ഭാവിയിലേക്ക് ലക്ഷ്യം വെച്ചുള്ളതാകണം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മെ പഠിപ്പിക്കുന്ന പോലെ നശ്വരമായ അപ്പത്തിനു വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ നിത്യജീവന്റെ അപ്പത്തിനായി നാം നിരന്തരം അധ്വാനിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന് മറ്റൊരു മാനം കൂടിയുണ്ട്. അത് നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വിനിയോഗിക്കുവാൻ നാം പഠിക്കണം. അന്യർക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ആയുസിൻ്റെ ദിവസങ്ങളുടെ എണ്ണത്തിൽ കൂട്ടുന്നതല്ല എന്ന് ചാവറയച്ചൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ. വിദ്യാഭ്യാസം എന്ന ധനം നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കണം. ഇത് മനസ്സിലാക്കിയ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കാലങ്ങൾക്ക് മുമ്പേ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന മഹത്തായ ആശയം നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട്. വരവറിഞ്ഞ് ചിലവ് ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ സന്തുഷ്ടി നമ്മുടെ ചാവറയച്ചൻ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഴിയുന്നത്ര കടം വാങ്ങാതെയും വായ്പ വാങ്ങാതെയും മുന്നോട്ട് ജീവിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ഈ അധ്വാനശീലം എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യൻ ഒരുപക്ഷെ തൻ്റെ നിസ്തുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യുമെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് ഇല്ലാത്തതുണ്ടേ എന്ന് നടിക്കുവാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് ഉണ്ടാകുന്നതെന്ന് കരുതി മക്കളുടെ എണ്ണം 1 2 എന്ന് മതി എന്ന് കരുതുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് ഏറെയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അമൂല്യ നിധികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി നമ്മുടെ സമയവും സമ്പത്തും വ്യയം ചെയ്യുവാൻ നമുക്ക് കടമയുണ്ട്. അങ്ങനെ വരും തലമുറയുടെ കാവൽക്കാരാകുവാൻ നമുക്ക് കഴിയണം. എൻ്റെ ഓർമ്മയിലേക്ക് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഒരു ചെറിയ കവിതയുടെ ചില വരികളാണ് എൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നത്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണചന്തമെന്നുണ്ണി. നന്മകൾക്ക് നിറം മങ്ങുകയും തിന്മകൾക്ക് നല്ല നിറവുമുള്ള ഈ കാലഘട്ടത്തിൽ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്ത വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ ഉൾക്കൊണ്ട് സമൂഹത്തിൽ കാഴ്ചയില്ലാത്തവൻ്റെ കാഴ്ചയായി മാറിയ, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറിയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ക്രൈസ്തവ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക ദർശനങ്ങൾ എന്നും കരുത്താകട്ടെ, കരുതലാകട്ടെ, തണലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.